ചിത്ര സിനിമയിലെ ലാലേട്ടൻ ഫോട്ടോ എടുക്കുന്നത് കണ്ടിട്ട് ഫോട്ടോഗ്രാഫർ ആവാൻ കൊതിക്കാത്ത ഒരു മലയാളി ഉണ്ടാവില്ല. കാരണം എന്താണെന്നറിയോ, അത്ര രസമായിട്ടാണ് അങ്ങേരെ അത് ക്ലിക്ക് ചെയ്യണത്. നമുക്കറിയാം ആ ക്ലിക്ക് ചെയ്യണത് അങ്ങേരെ ടെക്നിക്കലി ഫോട്ടോഗ്രാഫിയുടെ ഒരു കാര്യം പഠിക്കാതെ ഉണ്ടെന്ന്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ടെക്നിക്കലി ഒരു കാര്യം പഠിക്കാതെ എന്നാൽ പഴയ ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കണം എന്നുണ്ടെങ്കിൽ പറ്റിയൊരു സാധനമാണിത്, ഫ്യൂജിയുടെ എക്സാഫ്. എക്സാഫ് എന്താണെന്ന് വെച്ചാൽ ഫിലിം വൈൻഡിങ് ലിവറൊക്കെ ഉള്ള ഫിക്സഡ് പ്രൈം ലെൻസ് ഒക്കെ ഉള്ള പുതിയ ക്യാമറ. എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ആദ്യത്തെ റിവ്യൂ ആണിത് എക്സാഫിൻ്റെ. ഞാനൊക്കെ കുറേ ദിവസങ്ങളായിട്ട് ഇതിൻ്റെ വെബ്സൈറ്റിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രോഡക്റ്റ് എന്താണെന്നുള്ളത്. കുഞ്ഞു റിവ്യൂ ആണ്, ഇതിൻ്റെ എൻ്റെ റിവ്യൂ നമുക്ക് ചെയ്യാനായിട്ടില്ല. എല്ലാ ഫ്യൂജി ക്യാമറകളെ പോലെ എക്സാഫും വെരി കോമ്പാക്റ്റ് ആണ്. ഇത് നോക്കി, ഇത്രയേ ഉള്ളത്. കയ്യിൽ ഒതുങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ കൂടുതലായി പോകും. കയ്യിൽ ഒതുങ്ങുക എന്നല്ല, കയ്യിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന ഒരു ക്യാമറയാണിത്. ഇതിൻ്റെ ഫീച്ചേഴ്സ് ആദ്യം നോക്കാം കേട്ടോ. നല്ല സ്റ്റഡി മെറ്റീരിയലാണ്. ഇതാണ് ഓൺ ഓഫ് ബട്ടൺ. പിന്നുള്ളത് എക്സ്പോഷർ കോമ്പൻസേഷൻ്റെ ആണ്. ഇത് നോക്കി, ഫിലിം വൈൻഡറില്ലേ പണ്ടത്തെ, ഇതിന് ഡിജിറ്റൽ ക്യാമറയിൽ എന്താ കാര്യം എന്ന് വെച്ചാൽ അത് നമ്മൾ പറയാം. അതിനൊരു കാര്യമുണ്ട്. പ്ലാസ്റ്റിക് ഫിനിഷ്. ഇതാണ് ലെൻസ് ക്യാപ്പ്, പഴയ രീതിയിലുള്ള സാധനം. 10.8 mm ആണ് ഈ ലെൻസ്. പിന്നുള്ള കാര്യം എന്ന് വെച്ചാൽ നോക്കിയേ, ഇത് അപ്പേർച്ചറിൻ്റെ മാക്സിമം അപ്പേർച്ചർ 2.8 ആണ്. പിന്നെ 11 ഓട്ടോമാറ്റിക് ഇട്ടാണ് ഏറ്റവും നല്ലത്. നമുക്ക് മാനുവലി ചെയ്യണമെങ്കിൽ ഓക്കെയാണ്. ഈ ഫ്ലാഷ് ഓൺ ആക്കുന്നത് ഇവിടെയാണ്. ഇവിടെ ഒരു ബട്ടൺ, ഫ്ലാഷ് ഓൺ ആയി. ഇത് വ്യൂ ഫൈൻഡർ. ബാക്ക് ഡിസൈൻ നോക്കിയേ, തനി പഴയ ക്യാമറ. മിറർലെസ് ക്യാമറയിലെ ഒരു വ്യത്യാസം എന്താണെന്നറിയോ, വ്യൂ ഫൈൻഡറും ഈ ലെൻസും അത് രണ്ട് വ്യൂ ആണ്. അത് ഫോട്ടോ എടുക്കുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് നോക്കിയിട്ട് ഫോട്ടോ എടുക്കണം. ഇവിടെ കണ്ടോ, ഇത് നമ്മുടെ ഫിലിം സിമുലേഷൻ ഉണ്ടല്ലോ, ഫ്യൂജിയുടെ ഏറ്റവും വേൾഡ് ഫേമസ് ഫിലിംസ് ഇതിൽ നമുക്ക് ചൂസ് ചെയ്യാം. ഇത് ഒരു ടച്ചാണ്. പിന്നെ ഉള്ളത് 2 ബട്ടണുകൾ നോക്കി, സ്റ്റിൽ മൂവി. ഇത് ഉള്ള വീഡിയോ പ്ലേ ചെയ്യാനുള്ള ബട്ടൺ. കുഞ്ഞു ടച്ച് സ്ക്രീൻ. ഇതൊരു കുഞ്ഞു LCD പാനലാണ്. അവിടെ 3 ഐക്കൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. 1 പിക്ചേഴ്സിൻ്റെ മെനു, 2 പിക്ചർ റൊട്ടേറ്റ് ചെയ്യാനുള്ളത്, 3 പിക്ചർ ഗ്രിഡായിട്ടും ഫുൾ സ്ക്രീനായിട്ടും കാണാവുന്നത്. ഇവിടെയുണ്ട് ഫിലിം സിമുലേഷൻ ഉണ്ട്. പിന്നെ ഫിൽറ്ററിലും പല ഐറ്റങ്ങൾ കാണാം. സൈഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത് ഫ്ലാഷിൻ്റെ കൺട്രോൾ ബട്ടൺ. ഇത് ടൈപ്പ് C ചാർജർ. ഈ സൈഡ് പ്ലെയിൻ, വേറെ ഒന്നുമില്ല. ടിപ്പിക്കൽ ഫ്യൂജിയുടെ ചതുര ബാറ്ററി. ഇത് വലിയ ക്യാമറയിൽ ചെറിയ ബാറ്ററി ആയി തോന്നുമെങ്കിൽ ഈ കുഞ്ഞു ക്യാമറയിൽ ഇത് അത്യാവശ്യം നമ്പർ ഓഫ് ഷോട്ട്സ് തരും എന്നാണ് ഒരു അസംഷൻ ഉള്ളത്. പിന്നെ SD കാർഡ് സ്ലോട്ട്. എൻ്റെ പരിചയത്തിൽ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട്. അങ്ങനെ ഏത് യാത്രയ്ക്ക് പോവുകയാണെങ്കിലും 16 GB കാർഡ് കൊണ്ടേ പോകുള്ളൂ. കാര്യം എന്താണെന്നറിയോ, അത്ര മതി എന്നാണ് മൂപ്പരെ മതം. ഫിലിം ക്യാമറയിൽ ഫോട്ടോ എടുത്ത് പഠിച്ച് അതിലെ കിടു ആളാണ്. നിങ്ങൾക്കറിയാം ഫിലിം ക്യാമറയിൽ ഫോട്ടോ എടുക്കുന്നവരുടെ ഒരു ക്വാളിറ്റി എന്താണെന്നറിയാം, നോക്കിയേ പടം എടുക്കുള്ളൂ. എന്ന് വെച്ചാൽ അതിലൊരു റോളിൽ 36 ഷോട്ട്സേ ഉണ്ടാവുള്ളൂ. ഇന്നത്തെ പോലെ അൺലിമിറ്റഡ് മെമ്മറി കാർഡ് അല്ലെങ്കിൽ 1 TB മെമ്മറി കാർഡ് അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല. ആ ഒരു ഫീച്ചർ നമ്മുടെ എക്സാഫിലുണ്ട്. അപ്പോൾ ഇതിലെങ്ങനെയാണ് ഒരു ഡിജിറ്റൽ റോള് നമുക്ക് ചൂസ് ചെയ്യാന്ന് വെച്ചാൽ, ഇത് നോക്കിക്കോണേ. നമുക്ക് ഇഷ്ടമുള്ള ഫിലിം സിമുലേഷൻ ചൂസ് ചെയ്യുക, എന്നിട്ട് ഓക്കെ അടിച്ചാൽ ഇത് കണ്ടോ, നമ്പർ ഓഫ് ഷോട്ട്സ് 36, 54, 72 ഇങ്ങനെയുള്ള ഇതൊക്കെ ഓരോ റോളായിട്ട് കൂട്ടുക. മനസ്സിലായോ? അപ്പോൾ നിങ്ങളൊരു ഫാമിലി ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ 36 ഷോട്ടിൻ്റെ ഒരു ഫാമിലി ഫംഗ്ഷൻ എടുക്കുക. ഇത് സ്റ്റാർട്ട് കൊടുത്താൽ നോക്കി, ഡീറ്റെയിൽ പഴയ അനലോഗ് ക്യാമറയിൽ കാണുന്ന പോലെ കൗണ്ട് വരും. ഞാൻ പടം എടുക്കുകയാണേ. പടം എടുത്തിട്ട് അടുത്ത പടം എടുക്കണമെങ്കിൽ നമ്മുടെ ഈ ചങ്ങാതിയെ ഒന്ന് അനക്കണം. കണ്ടോ, നല്ല രസമല്ലേ? ഇനി അല്ലാതെ നോക്കാം നമുക്ക്. കണ്ടോ, അതാവണില്ല. ഇതിലെ മെനു നോക്കിയാൽ വളരെ സിമ്പിളാണ്. ഓട്ടോ ഫോക്കസ്, മാനുവൽ ഫോക്കസ്. പിന്നെ ഡേറ്റ് എന്നുണ്ട്. ഡേറ്റ് എന്ന് പറഞ്ഞാൽ പഴയ ക്ലാസിക് രീതിയിൽ നമ്മൾ പടം എടുക്കുമ്പോൾ താഴെ മുകളിലൊക്കെ ആയിട്ട് ഡേറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യില്ല, അത് ഡിസ്റ്റൻസ് ഇൻഡിക്കേറ്ററാണിത്. പണ്ടത്തെ രീതിയിൽ മാനുവൽ ഫോക്കസിങ് ഉള്ള സമയത്തൊക്കെ ഉള്ള കാൽക്കുലേഷന് വേണ്ടിയിട്ടായിരുന്നു. അത് നമ്മൾ വല്ലാതെ ശ്രദ്ധിക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഡ്വൈസ്.
ഇനി ആ ക്യാമറ റോള് നമുക്ക് എൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിലേ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി, എൻഡിങ് മിഡ് റോൾ. പിന്നെ നോർമൽ മോഡ് തന്നെ ആയി. ഷൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, ഇതിൻ്റെ വ്യൂ ഫൈൻഡർ ഇവിടെയാണ്, ലെൻസ് ഇവിടെ. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, അതെപ്പോഴും ഫ്രെയിമിൽ നമ്മൾ നോക്കിയിട്ട് ഫ്രെയിം ചെയ്യാൻ പാടുള്ളൂ. അതെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ നോർമലി ഷൂട്ട് ചെയ്തു, ആ കാണുന്നതാവില്ല, കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ടാണ് ആക്ച്വൽ ഫ്രെയിം ഉണ്ടാവുക. ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നല്ല അടിപൊളിയായിട്ട് പടം എടുക്കാൻ പറ്റും. സ്ക്രീനിൽ നോക്കിയിട്ട് വീഡിയോ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഈ ഇഷ്യൂ ഇല്ല കേട്ടോ. ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ആണെന്ന് കരുതണ്ട, നമുക്ക് മാനുവൽ കൺട്രോൾസും ഉണ്ട്. ഇത് ഷട്ടർ സ്പീഡ് കണ്ടോ, മാക്സിമം 2000. ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇത്ര വരും, 60, 15, അതായത് 1.5 മിനിറ്റ് അല്ലേ. പിന്നെ അപ്പേർച്ചർ ഇതിൽ നമ്മൾ നേരത്തെ ഓട്ടോയിൽ ഇട്ടതുകൊണ്ടാണ് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്. ISO 200 തൊട്ട് 12-800 വരെ ഉണ്ട്. എക്സാഫ് ക്യാമറയുടെ ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ, ഇങ്ങനെ വീഡിയോയും ഫോട്ടോയും എടുക്കുമ്പോൾ വെർട്ടിക്കലായിട്ട് ക്യാമറ പിടിച്ച് വീഡിയോയും ഫോട്ടോ എടുത്താൽ അത് ഹൊറിസോണ്ടലായിട്ടും കിട്ടുന്നുള്ളതാണ്. ഫുൾ HD 24 ഫ്രെയിം പെർ സെക്കൻഡിൽ വീഡിയോ ഷൂട്ട് ചെയ്യാം. എക്സാഫ് ക്യാമറയുടെ ഏറ്റവും ക്രിയേറ്റീവായ ഭാഗം എന്താണെന്നറിയോ, 2-in-1 ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വീഡിയോഗ്രാഫിയാണ്. അതായത് 2 ഫോട്ടോസ് അല്ലെങ്കിൽ 2 വീഡിയോസ്, ഒരു ഫോട്ടോ ഒരു വീഡിയോ ഇങ്ങനെ ഒറ്റ ഫ്രെയിമിലാക്കി ബ്ലെൻഡ് ചെയ്യാം. അതൊരു കിഡിലൻ ഫീച്ചറാണ്. ഈ 2-in-1 ക്രിയേറ്റ് ചെയ്യാനേ ആദ്യം ഒരു പടം എടുക്കുക, പിന്നെ നമ്മുടെ ഫ്രെയിം അഡ്വാൻസ് ലിവർ ഒന്ന് വലിക്കുക, എന്നിട്ട് വീണ്ടും പടം എടുക്കുക. അത് എക്സാഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിൽ കൊണ്ടുപോയിട്ട് 2-in-1 ആക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. 17.7 മെഗാ പിക്സലാണ് സെൻസർ. അതിൻ്റെ സൈസ് 1 ഇഞ്ച്. മൂവി റെക്കോർഡിംഗ് ഫുൾ HDയിൽ 24 ഫ്രെയിം പെർ സെക്കൻഡ് ആണ്. ഹൈ സ്പീഡ് റെക്കോർഡിംഗ് വേണമെങ്കിൽ 48 ഫ്രെയിം പെർ സെക്കൻഡ് ആവും. പ്രൈം ലെൻസിൻ്റെ ക്വാളിറ്റി നോക്കുമ്പോൾ അത് കിടുവാണ്. ഐ ഡിറ്റക്ഷൻ, ഫോക്കസിങ് ഫീച്ചറൊക്കെ ഉണ്ട്. ഫിലിം മോഡിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു ഫീൽ നൽകുന്ന ഉഗ്രൻ ഒരു വിൻറ്റേജ് ക്യാമറയാണിത്. വില കേട്ട് ഞെട്ടണ്ട, 71,000. ആന വലിഞ്ഞാലും തൊഴുത്ത് കെട്ടില്ലല്ലോ. ഇതൊരു ഫസ്റ്റ് ക്യാമറയല്ല, മറിച്ച് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ കാണിക്കുന്ന ഒരു പ്രീമിയം പ്രോഡക്റ്റ്. അപ്പോൾ എന്താണ് വെർഡിക്റ്റ് എന്ന് വെച്ചാലേ, നമുക്ക് നമ്മുടെ ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയൊരു മോഡലാണ്. യാത്രയിൽ ഒരു കാര്യം ആലോചിക്കാതെ ഫോട്ടോഗ്രാഫി ചെയ്യുക, പിന്നെ ഫിലിം റോൾ എടുത്തിട്ട് നിങ്ങളുടെ ഫാമിലി മൊമെൻറ്റ്സ് ഒരു റോളാക്കിയിട്ട് കീപ്പ് ചെയ്യുക. അത് ആ എക്സാഫ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഒരു ആപ്പ് ഉണ്ട്, അതിൽ അങ്ങനെ ഒരു സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ എക്സാഫിൻ്റെ ഒരു കുഞ്ഞു റിവ്യൂ ആണിത്. നമ്മൾ ഇൻഡെപ്റ്റായിട്ട് അതിൻ്റെ പിക്ചർ ക്വാളിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അനലൈസ് ചെയ്തിട്ടില്ല. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും.